Before I take the response, ദീപ്തി പറഞ്ഞ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സെന്റൻസ് എൻ്റെ മനസ്സിൽ കയറിക്കൂടി. അശ്വിൻ പറഞ്ഞത് മെയിൻ ടാസ്ക് ഈസ് ഹൗ ടു ഓവർകം MBBS. ഇതൊരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ ആണ് അല്ലേ? ഇവിടെ വന്നത് അതെടുക്കാനാണ് കേട്ടോ, അത് കൊണ്ടുപോകാനാണ്. ഹൗ ടു ഓവർകം MBBS. I would rate that as the sentence of this today's deliberation. ഇപ്പോ ദീപ്തി പറയുന്നത് ഹൗ ടു ഓവർകം PG ട്രെയിനിങ് എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ നറേറ്റ് ചെയ്ത് അപ്പൊ ഞാനിങ്ങനെ ഇതെല്ലാം സത്യം, സത്യം മാത്രമല്ല പരമസത്യം, ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ സത്യം തന്നെയാണ് PG സ്റ്റഡീസിനെ പറ്റി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. പക്ഷേ I was listening. I am accustomed to listen to problems of people. അല്ലേ, ഞാനും അരുണൊക്കെ ഞങ്ങളുടെ ജോലി തന്നെ അതാണ്. പിന്നെ I was 16 years I was looking after the department of PG department of psychiatry. It did not have anything to start with, and we made a department noted in the ഒരുവിധം നാഷണൽ ലെവലിൽ നോട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ഒരു ടാസ്ക്, അതൊന്നും പറയുന്നില്ല. പക്ഷെ ആ പീരീഡിലൊക്കെ ഒരു വലിയ ഒരു ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ട്. ഒന്നുമില്ല, ഫെസിലിറ്റീസ് ഇല്ല ഫോർ എവരി ബ്രിക്ക് ആൻഡ് എവരി സ്പൂൺ ഓഫ് മോർട്ടാർ. ഐ ഹാഡ് ടു ഗോ ആൻഡ് ബാക്ക് ടു അഡ്മിനിസ്ട്രേറ്റേഴ്സ്. പക്ഷെ എൻ്റെ കുറെ കുട്ടികളും കൂടെ വരും കേട്ടോ, പി ജി പഠിക്കാൻ വന്നവരും കൂടെ വരുമായിരുന്നു. കുറെ പേര് വരികയില്ല. സ്റ്റാഫിൽ ഒരു 1/3 ആളുകൾ കൂടെ വരും, 2/3 ആളുകൾ മാറുന്നു. ഇതൊക്കെ മതി. പ്രൊവൈഡഡ് യു ഡിഫൈൻ യുവർ ടാസ്ക്. ഈ ടാസ്ക് ജീവിതത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ്ലി ഓർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർച്ചുനേറ്റ്ലി, ഐ വുഡ് പുട്ട് ഇറ്റ് ഫോർച്ചുനേറ്റ്ലി, our medical education is the field, is perhaps the field where as you do studies you have to extend the service also. A service which has to be quality, service which is almost faultless. Medical അത് PG ലെവലാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുന്നു. പക്ഷേ that is the essential condition for റെസ്പോൺസിബിൾ ലേണിംഗ്. ആ ഒരു അവസരം ഇതിലൊരു വലിയ ഫാക്ടർ ഉള്ളത്, ഇഫ് യു ആർ ലക്കി ഇനഫ് ടു ഗെറ്റ് ഇൻ ടു എ റീസണബിൾ ഡിപ്പാർട്ട്മെന്റ്. സൂപ്പർലേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. റീസണബിൾ ഡിപ്പാർട്ട്മെന്റ് വിത്ത് അറ്റ്ലീസ്റ്റ് ഒരു 10 ഫാക്കൽറ്റി മെമ്പർ ഉണ്ടെങ്കിൽ ഒരു 3 പേരെങ്കിലും ഒരുവിധം ലെവൽ ഹെഡഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും യു ക്യാൻ മേക്ക് ഇറ്റ്. അങ്ങനെ അല്ലാത്ത ഡിപ്പാർട്ട്മെന്റ്സ്, ഞാൻ ഡിപ്പാർട്ട്മെന്റ് 2 ആയിട്ട് തിരിക്കുമായിരുന്നു. 80% ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ബൈ ആൻഡ് ലാർജ് ദി ഫാക്കൽറ്റി ഈസ് ഓൺലി ടുവേഴ്സ് PGs ആൻഡ് റെസിഡൻസ്. അത് ബാക്കിയുള്ളവർക്ക് അതായത് 80% ആർ ഫേവറബിൾ പോസിറ്റീവ് ആൻഡ് ഓൺലി 20% ആർ നെഗറ്റീവ്. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റ്സ് നേരെ റിവേഴ്സ് ഓർഡറിലുണ്ട്. 80% they create difficulties. A lot of it comes from the quality of the faculty. The factor, either by way of distribution of work and പിന്നെ ഇതിലെല്ലാം ഉള്ള ഒരു പ്രധാനം, നമ്മളിപ്പോൾ ഫാക്കൽറ്റി മെമ്പർ ആയാലും യു ടേക്ക് എ സർവീസ് ഫ്രം എ പേഴ്സൺ, പക്ഷെ എന്തെങ്കിലും റിട്ടേൺ വേണം. ഒരു വരിയെങ്കിലും പറഞ്ഞു കൊടുക്കണം, ഈ ചെയ്തില്ല, ഇതാണ് ഒരു ടേക്ക് ഹോം മെസ്സേജ്. അല്ലെങ്കിൽ ഇതായിരിക്കാം, നിങ്ങൾ 3-4 കേസും കൂടെ നീ ഇങ്ങനെ കാണുമ്പോൾ നിനക്ക് ഇതായിരിക്കാം എന്ന ഒരു വരി പറഞ്ഞു കൊടുത്താൽ യു വിൽ ബി വില്ലിംഗ് ടു വർക്ക് ഫോർ എനി നമ്പർ ഓഫ് അവേഴ്സ്. അത് ചെയ്തു കൊടുക്കുക. ഏറ്റവും കൂടുതൽ ചാൻസ് എടുത്ത് MD ജയിച്ചവൻ എക്സാമിനറായിട്ട് പിന്നെ ഇവിടെ പ്രൊഫസർ ആയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നല്ല സ്റ്റുഡൻസിനെ തോൽപ്പിക്കുകയായിരുന്നു കേട്ടോ. അവനെയൊക്കെ ഒരു കാലത്ത് പോലും മെഡിക്കൽ ടീച്ചറായിട്ടോ എക്സാമിനറായിട്ടോ അയക്കാൻ വയ്യാത്ത എത്ര ആളുകളുണ്ടോ അറിയാം. പക്ഷെ അതൊക്കെ മൈനോറിറ്റിയാണ്. So your main factor is the quality of it. പക്ഷെ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, develop again a peer group and immediate seniors. ഏത് ബാഡ് കമ്പനിയിലായാലും ഗ്രൂപ്പിലായാലും ഒരു 30% ആളുകൾ കാണും കേട്ടോ, നമ്മൾ നിൽക്കണതിന്റെ കൂടെ നിൽക്കാനായിട്ട്.
അത് കണ്ടെത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ക്വാളിറ്റി. ബാക്കിയുള്ള 70% നമ്മളെ പരിഹസിക്കും, നമ്മളെ പാരവയ്ക്കും, നമ്മളെ കുത്തിനോവിക്കും, നമ്മളെ ചിലപ്പോൾ കഴുത്ത് ഞെക്കി കൊല്ലാൻ തന്നെ നോക്കും. സാരി ഈ 30% പേരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ആൻഡ് ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് വേണമെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഗിവിംഗ് മീ മോർ ജോയ് rather than taking എന്നൊരു പ്രിൻസിപ്പിൾ ശീലിച്ചെടുത്താൽ യു ക്യാൻ ഹാവ് ലവ്. അത് ശീലിച്ചെടുത്താലേ ഏറ്റവും പറ്റും കേട്ടോ. കുറെയൊക്കെ ബേസിക് ആയിട്ട് അക്വയറിംഗ് ദി പൊസിഷൻ ഓർ അസറ്റ്സ് ഓർ ഗ്ലാമർ ഓർ എനിത്തിങ് അതല്ല. ഈ പ്രോസസ് ഓഫ് ട്രൈങ് ടു അക്വയർ ദിസ് ഓൾ ദീസ് തിങ്സ് അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദി പ്രോസസ് ഓഫ് ലേണിംഗ് ഇഫ് യു സ്റ്റാർട്ട് ലൈക്കിംഗ് യു വിൽ ബി ഏബിൾ ടു. ആക്ച്വലി ദീപ്തി പറഞ്ഞ അവസാനത്തെ ഭാഗം എത്തിയപ്പം എനിക്ക് തന്നെ ഒരു ആശ്വാസം. എല്ലാ സൊല്യൂഷനും ദീപ്തി എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ചെയ്തു പിന്നെ ലൈക്ക് വാട്ട് ഷീ സെഡ് ഈസ് 3 or 4 ways in which she de-stresses herself. De-stress ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ. കളിക്കുന്നു, ഇത് നിർത്തണം. പിന്നെ ആരോ പറഞ്ഞ പോലെ പാട്ട് പാടുന്നത് കേട്ടോ. പിന്നെ പാട്ട് ഇപ്പൊ നമുക്ക് യേശുദാസിനെ പോലെയോ ജയചന്ദ്രനെ പോലെയോ മുഹമ്മദ് റഫിയെ പോലെ ഒന്നും പാടാൻ പറ്റില്ല. പാടേണ്ട ആവശ്യമില്ല. നമ്മൾ പാടുന്നത് നമ്മുടെ പാട്ടാണ്. പക്ഷെ ധൈര്യമായിട്ട് പാടണം. അതുപോലെ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കാര്യം ഷീ പ്ലേസ് ഒരു പ്രധാന കാര്യം മെന്റൽ ഹെൽത്തിന്റെ ഫസ്റ്റ് റിക്വയർമെന്റ് റീസണബിൾ ഫിസിക്കൽ ഹെൽത്ത് ആണ്, ഓർ ദി ബെസ്റ്റ് പോസിബിൾ ഫിസിക്കൽ ഹെൽത്ത്. എന്നെ പറ്റി ഒരു ക്രിറ്റിസിസം സൈക്കാട്രിസ്റ്റ് I talk and discuss more about their physical health aspects rather than mental health. Criticism ഉണ്ട്. സാർ ഒന്നും അനലൈസ് ചെയ്യുന്നില്ല, എന്റെ മനസ്സിന്റെ അഗാധ തലത്തിലൊന്നും ഊർന്നു പോകുന്നില്ല എന്നൊരു ക്രിറ്റിസിസം എനിക്കുണ്ട്. I own it, I accept it gracefully because physical health ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സാധനം അല്ലേ. അതിനെ നേരെ കൊണ്ടുപോകും. സോ എത്ര ബിസി ആണെങ്കിലും അതിനൊരു സമയം കണ്ടെത്തുക. ഭയങ്കര എക്സസൈസ് ഒന്നും ചെയ്യണ്ട. പിന്നെ നേരത്തെ പറഞ്ഞ് ഈറ്റിംഗ്, ഐ ലൈക്ക് ഈറ്റിംഗ്. ഈറ്റ് വിത്ത് ടേസ്റ്റ് ബട്ട് ഓൾസോ വിത്ത് ഡിസ്ക്രിപ്ഷൻ. ഇതും കൂടെ ചിരിക്കുക. ഓഫ് കോഴ്സ് ദിസ് റിലേഷൻഷിപ്സ് ആണ് നമ്മുടെ ജീവിതത്തിന്റെ ഇതിൽ കൂടെ കടന്നു വരുമ്പോൾ യു വിൽ ബി ഏബിൾ ടു. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പാർട്ട്. ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു, അണ്ടർ ഗ്രാജുവേറ്റ്സിൽ വരുമ്പോൾ നമ്മൾ ഈ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത്, ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് ഡിഫൈനിങ് യുവർ ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് യുവർ ബിഹേവിയർ. അതാണ് നമ്മുടെ ഒരു ബേസിക് ചലഞ്ച്. അതിനിടയിലാണ് ഇവിടെ MBBS പഠിക്കാൻ വന്നതും അശ്വിൻ പറഞ്ഞ പോലെ MBBS ഓവർകം ചെയ്യാനുള്ള യുദ്ധം നടത്തേണ്ടി വരുന്നത് ആ സമയത്ത്. അത് കഴിഞ്ഞ് PG വരുമ്പോൾ ദി ടാസ്ക് ഇസ് ദി അദർ വേ, മേക്കിംഗ് എ ഫാമിലി. നമുക്ക് തോന്നുന്നു ഏവനും ഒരു കല്യാണം കഴിക്കാൻ, ഏവനും ഒരു കുടുംബം, അങ്ങനെയാണ് നാട്ടിൽ നടക്കുന്നത്. പക്ഷെ ലോകത്തെ ഏറ്റവും കോംപ്ലക്സിറ്റി ഉള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഫാമിലിയാണ്. അതിനെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ PG സമയത്താണ്. ഇതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. സൊല്യൂഷൻസ് ഈസി അല്ല. പക്ഷെ അവിടെയും ഫാക്കൽറ്റിയുടെ കാര്യം ഞാനൊന്നും പറയില്ല. ഇഫ് യു ഹാവ് ഗെറ്റ് എ റീസണബിൾ പാർട്ട്ണർ, ഒരു റീസണബിൾ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വെക്കേണ്ടത്. റീസണബിൾ ഇൻക്ലൂഡ്സ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ റെസ്പോൺസിബിൾ ഫാമിലി മേക്കിംഗ് ആൻഡ് എ റീസണബിൾ പാർട്ട്ണർ, അത് കിട്ടിയാല് കുറെയൊക്കെ ജീവിക്കാം. ഇതെല്ലാം ആണെങ്കിലും PG സ്റ്റഡീസും is one of the best periods in your medical education you can get. You will never forget your classmates, peer group, or some of the teachers who have really made you feel the vibe of not just professional life but the life as a whole. PG studies ദീപ്തി പറഞ്ഞ എല്ലാ ചലഞ്ചും അക്സെപ്റ്റ് ചെയ്യുന്നതിനൊപ്പം I present it as one of the great opportunities in medical education. There I stop. Next, we have Dr. Savin Philip Abraham, who is pursuing his house surgency. He will share with us the difficulties faced in internship. വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സാർ അതിന് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, സാർ ഞാൻ എന്താണ് പറയേണ്ടത്? സാർ പറഞ്ഞു, നീ നിന്റെ ലൈഫ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തില്ല. സർജറി ഐസി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിരിക്കുക.
ഞാൻ നമുക്കിപ്പം MBBS എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇവരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞാൻ അതിന്റെ ഒരു വേറൊരു ആസ്പെക്ട് പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളതോട് നിങ്ങളുടെ ഒരു 2-3 ടേണിംഗ് പോയിന്റ്സ് ഇപ്പൊ കഴിഞ്ഞ് കാണുമല്ലോ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ഇപ്പൊ ഒരു ടേണിംഗ് പോയിന്റും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്റേൺഷിപ്പ് കയറിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് തൊട്ട് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്, ഇനിയും പ്രശ്നമൊന്നുമില്ല. +2 എത്തുമ്പോൾ വീണ്ടും പറയും, ഇപ്പം അദ്വൈത് പറഞ്ഞു ഇനി സെറ്റാണ് എന്ന് പറഞ്ഞോടെ +2 കഴിയുമ്പോൾ ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്, ഇനിയും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് UG നീറ്റും നമ്മൾ പാസ്സാവുന്നു, വലിയ റാങ്ക് വാങ്ങിക്കുന്നു, വീട്ടുകാർ ആഘോഷിക്കുന്നു, എല്ലാവരും ചെയ്യുമ്പോൾ നമ്മുടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ഉള്ള ഓരോ സ്റ്റുഡൻസും ആഗ്രഹിക്കുന്ന ഇനി എൻജോയ്മെന്റ് ആണ്. ഇനി ഈ കോളേജിലേക്ക് എത്തുമ്പോൾ ഈ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം, കൂട്ടുകാരെ കണ്ടുപിടിക്കണം, പല പല സ്ഥലങ്ങളിൽ പോകണം. അപ്പൊ അത് ഇൻസ്റ്റാഗ്രാം അതിനൊരു ഫാക്ടറായി വരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണുന്നു, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു വലിയ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളോട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ പഠിക്കാനുള്ള പുതിയ സാധനങ്ങളെല്ലാം മാഡംസ് എല്ലാവരും പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ചോയ്സസ് ആണ് പിന്നീട് ഈ സ്ട്രെസ് ഇതിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ ഫാക്ടർ, ഞാൻ അന്ന് വന്ന് എനിക്ക് എന്റെ ബ്രില്യന്റിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ഭയങ്കര ഡിപ്രസ് ആയി പോയായിരുന്നു ഇൻ ബിറ്റ്വീൻ. കാരണം ഞാൻ എന്റെ LKG തൊട്ട് +2 വരെ എപ്പോഴും ഫസ്റ്റാണ്. അപ്പം ക്ലാസ്സിൽ ഫസ്റ്റാണ്, വീട്ടുകാർ എവിടെ ചെന്നാലും അപ്പൻ ആദ്യം എടുത്തതിലും എവിടെയും സംസാരിക്കുമ്പോ ഞാനാണ് ക്ലാസ്സിലെ ഫസ്റ്റ്. അപ്പൊ അമ്മ പറയും എന്തിനേതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിക്കും എന്തുവാ ഇത് എന്നുള്ള രീതി. അപ്പൊ നമ്മൾ അങ്ങനെ മനഃപൂർവ്വം, പക്ഷെ അങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ബ്രില്യന്റ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും പഠിക്കുന്ന ആൾക്കാരാണ്, എല്ലാവർക്കും നല്ല റാങ്ക് ഉണ്ട്, നമ്മുടെ റാങ്ക് താഴെ പോകുന്നുണ്ട്, കയറി വരുന്നുണ്ട്, ചിലപ്പോൾ താഴെ പോകുന്നു. കുറെ കഴിയുമ്പോൾ ഞാൻ ഒരു ദിവസം എന്റെ അമ്മയെ വിളിച്ചിട്ട് അമ്മ എനിക്ക് അറിയത്തില്ല എന്തുവാ നടക്കുന്നത്, എനിക്ക് എന്നെ കൊണ്ട് നടക്കുമോ എനിക്ക് തോന്നുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം നമ്മുടെ റിപ്പീറ്റേഴ്സ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ക്ലാസ് വരുന്നു, തിരിച്ച് നമുക്ക് വേറൊരു സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് ഇല്ല, രാവിലെ ഒരു പത്രം വരും, വേറെ ഒന്നുമില്ല. അപ്പൊ എന്റെ അമ്മ എന്നോട് പറഞ്ഞൊരു വാക്ക് പറഞ്ഞ, എടാ നീ 7 അല്ലേ, നീ എങ്ങനെ രക്ഷോട്ട് പോകും. അപ്പൊ ആ ഒരു മോട്ടീവിലാണ് പിന്നെ മുന്നോട്ട് പോയത്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, നീറ്റ് നോക്കാന്ന് പറഞ്ഞ അങ്ങനെ പോയി നീറ്റ് കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരു കോളേജിലേക്ക് എത്താൻ സാധിച്ചു. ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ ആദ്യമേ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞത് ഈഗോ. അതായത് നമ്മളെ സ്റ്റുഡൻസ് ഈ +2 വരെ നമ്മൾ ടോപ്പേഴ്സ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മള് നീറ്റ് വലിയ റാങ്കിൽ വിജയിച്ചിട്ടുണ്ടാവും, അതൊന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ഇനിയുള്ള MBBS ലൈഫിലോ അല്ലെങ്കിൽ PG ലൈഫിലോ ഈ പറയുന്ന ഒരു കാര്യവും മാറ്റർ ചെയ്യാൻ പോകുന്നില്ല. സോ നെവർ തിങ്ക് ദാറ്റ് ഞാൻ ഇത്രയും പഠിക്കുന്ന ആളല്ലേ, ഞാൻ ഇത്രയും ബുദ്ധിയുള്ള ആളല്ലേ, ഇതെന്നെ കൊണ്ട് എന്താണ് മാഡംസ് ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതെന്താണ് ഇങ്ങനെ, ഇതെന്താണ് അങ്ങനെ, ഇങ്ങനത്തെ തോട്ട് പ്രോസസ്സുകൾ, ഈ കരിക്കലോ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അവരെന്താ അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ട്രെസ് ഫാക്ടർ കൂട്ടത്തേ ഉള്ളൂ. ആദ്യത്തെ പരീക്ഷ എത്തുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളെക്കാൾ കൂടുതൽ മാർക്കാണ്, നമ്മളെ 1-2 വിഷയം തോറ്റുക. അപ്പോഴത്തേക്കും വീണ്ടും ഇതെന്താണ് എന്നെ കൊണ്ട് പറ്റാത്തതാണോ, എന്താണ് സംഭവം, ഞാൻ 15 മണിക്കൂർ പഠിക്കട്ടെ അല്ലെങ്കിൽ 10 മണിക്കൂർ പഠിക്കട്ടെ. അങ്ങനെ നമ്മൾ സ്വയം സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്തിനെ നമ്മൾ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ആസ് എ സ്റ്റുഡന്റ് ലൈഫാണ്, ഇന്റേൺഷിപ്പിലേക്ക് ഞാൻ വരാം. അപ്പൊ ആ സ്റ്റുഡന്റ് ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ. മാക്സിമം എഫേർട്ട് മീൻസ് ഇറ്റ് ഡസന്റ് മീൻ 24 hours പഠിക്കുക എന്നുള്ളതല്ല. നമ്മള് നമ്മുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം വേണം. നമുക്കൊരു 5 അല്ലെങ്കിൽ 6 മണിക്കൂർ വൃത്തിക്ക് പഠിക്കാം. ആ ഒരു 6 മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഈ പറയുന്ന ബാക്കി എന്റർടൈൻമെന്റ്സ് ഒക്കെ വേണം. അപ്പൊ ആ ഒരു 5-6 മണിക്കൂർ നമ്മൾ പഠിക്കുന്നുണ്ടോ, അത് മതി. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുമ്പോൾ 100-ൽ 40 മാർക്കായിരിക്കും. ടീച്ചർ നിങ്ങളോട് പറയുമായിരിക്കും, നീയൊക്കെ എന്തിനാണ് MBBS വന്നത്, നിനക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പൊക്കോളെന്നൊക്കെ ചോദിക്കും. അതൊരു 3455 ആളുകളാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാതെ, അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന സ്റ്റുഡൻസ് അതൊരു സ്ട്രെസ് ഫാക്ടർ ആക്കി മാറ്റി എടുക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് ഇയർ വരുമ്പോൾ എല്ലാവരും ആ ഒരു ബ്രില്യന്റിൽ നിന്ന് വന്ന അല്ലെങ്കിൽ വേറൊരിടത്തുനിന്ന് പോസ്റ്റർ ബോയ് ആയിട്ട് വന്നിരിക്കുന്നതാണ്, പോസ്റ്റർ ബോയ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആ ഈഗോ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വല്ലാതെ ഈ സ്റ്റുഡൻസിനെ ഫസ്റ്റ് ഇയറിൽ തന്നെ ബാധിക്കുന്നു. അപ്പൊ അത് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോഴാണ് എന്നാ പിന്നെ പഠിത്തം ഇതെന്താ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഭയങ്കര സ്ട്രെസ് ആണെന്ന് പറഞ്ഞിട്ടാണ് പല കുട്ടികളും ഈ പറയുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം അഡിക്ഷൻ ഈ കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ ഇതിൽ കില്ലാടിയാണ്. അങ്ങനെ ആ ഈഗോ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പ് എത്തുന്നു, ആ പിയർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വെള്ളം അടിക്കുന്നു, പുക വലിക്കുന്നു, അല്ലെങ്കിൽ വേറെ പരിപാടികൾക്ക് പോകുന്നു.
അപ്പൊ അങ്ങനെ അവര് സമാധാനം കണ്ടെത്തുവാണ് അവരുടെ അവര് ഓക്കെ ബെറ്റർ ആയി അല്ലെങ്കിൽ ഇതായി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് പിന്നീട് അവരെ അങ്ങ് അഫക്ട് ചെയ്ത് പോകണം. അപ്പൊ ആദ്യമേ എനിക്ക് നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പുതിയൊരു സാധനത്തിലേക്ക് വന്നിരിക്കും, പുതിയൊരു സാധനം പഠിക്കുകയാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം വാട്ട് വി സ്റ്റഡി ടിൽ 12th. അപ്പൊ നമ്മൾ ഇവിടുത്തെ LKG സ്റ്റുഡൻസ് ആണ്. ആ ഒരു ഇതിൽ നിൽക്കുക. ഒരിക്കലും നമ്മൾ ഇത്രയും ഇതാണെന്നുള്ള രീതിയിൽ നമ്മൾ സ്വയം അങ്ങനെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ മെന്റലായിട്ട് ചെയ്യത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മളോട് ഒരു വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെക്കാളും മാർക്ക് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ, അതൊക്കെ നോർമൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ലൈറ്റ് ആയിട്ടുള്ളതിനെ ലൈറ്റ് ആയിട്ട് എടുക്കാനും നമുക്ക് പഠിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം ചില ആൾക്കാർ ഇതെല്ലാം പേരൻസിനോട് പറയും, പേരൻസിന് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, അവരത് ആംപ്ലിഫൈ ചെയ്ത് തിരിച്ചു തരും. അത് വീണ്ടും നമ്മുടെ സ്ട്രെസ് ഫാക്ടറെ കൂട്ടിക്കൊണ്ടിരിക്കും. അവര് പറയും എന്താ നിനക്ക് പഠിക്കാൻ പറ്റാത്ത. എന്റെ അനിയൻ ഇപ്പം വീട്ടിൽ ചെറുതായിട്ട് അത് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അനിയൻ ഇപ്പൊ വെറ്റിനറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 3rd ഇയർ ആണ്. അവൻ കഴിഞ്ഞിടെ എന്തോ ഒരു ഇന്റേൺസിന് ഒരു 2 മാർക്ക് എന്തോ കുറഞ്ഞതിന് അവിടെ ടീച്ചർ എന്തോ പറഞ്ഞു ഇപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് നീ പഠിക്കുന്നുണ്ടോ ചോദിക്കുമ്പോ അവൻ ദേഷ്യപ്പെടുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വീട്ടിലിപ്പോ അമ്മയും മോനും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കുഴപ്പമില്ല, അവൻ ഇവിടെ വരെ എത്തി, നിങ്ങൾ ഇവിടെ വരെ എത്തി ഇല്ലേ. അപ്പൊ അത് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം ലൈറ്റ് ആയിട്ട് കാണുന്നതിനെ ലൈറ്റ് ആയിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ അത് ഭയങ്കരമായി നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ഈ പറയുന്ന പോലെ സബ്സ്റ്റൻസ് അബ്യൂസിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു അഡിക്ഷൻസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. മറ്റൊരു സാധനമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. മറ്റ് കോഴ്സുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള മറ്റുള്ളവർ അവരുടെ ലൈഫ് ഇത് കാണിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ സോഷ്യൽ അശ്വിൻ പറഞ്ഞ പോലെ അത് കാണിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ചെയ്യണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കം കളയുന്നു, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് മാറ്റി വെക്കുന്നു, പഠിത്തം നടക്കണം, ഇത് നടക്കണം. അപ്പൊ അത് നമ്മുടെ ഹെൽത്തിനെ പിന്നെ ബാധിക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വൺസ് ഇൻ എ വൈൽ പോകുന്നതാണ് അവരിടുന്നത്. അത് പലരിടുന്നതാണ്. അവരും അവരുടെ ലൈഫിൽ അവർക്കും പഠിത്തത്തിന്റെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ എല്ലാം ഉണ്ട്. അതിന്റെ ഇടയിലുള്ള അവരുടെ ആഘോഷങ്ങളാണ് അവർ ഇൻസ്റ്റയിൽ ഇടുന്നത് അല്ലെങ്കിൽ ഇടുന്നത്. അത് മനസ്സിലാക്കുക. എല്ലാവരും ഫുൾ ടൈം ആഘോഷിച്ചുകൊണ്ടിരിക്കുക അല്ല എന്നുള്ളത് ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തുക. പിന്നെ ഞാൻ മൈസൂർ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് ഇയേഴ്സിൽ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലൈക് ബയോകെമിസ്ട്രി, ഫിസിയോളജിയിലും നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ഇയേഴ്സിലുള്ള ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ലൈക് കൂടുതൽ കരിക്കുലം കാര്യങ്ങൾ കുട്ടികൾക്ക് അത്ര ഒരു ഓറിയന്റേഷൻ ഇല്ലെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സിന് നല്ല ഓറിയന്റേഷൻ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് പോകും. പക്ഷെ ഇപ്പോഴും നമ്മുടെ കോളേജുകൾ, എല്ലാ കോളേജുകളും ഫ്രം കാസർഗോഡ് ടു തിരുവനന്തപുരം, എല്ലാ മെഡിക്കൽ കോളേജുകളിലും പല ക്ലിനിക്കൽ ഫാക്കൽറ്റീസിനും ഈ കരിക്കുലം എന്താണെന്നോ ഇതിൽ നടക്കുന്നത് എന്താണെന്നോ അറിയില്ല. കുട്ടികൾക്ക് അതിന്റെ അപ്പുറം അറിയത്തില്ല. പിന്നെ ഈ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പോഴും അറിയില്ല ഇയർ ബാക്ക് ആകുമോ, ഇത് പോകുമോ, അറ്റൻഡൻസ് എത്ര വേണം, എന്താണ് ചെയ്യുന്നത്, ഇന്റേൺഷിപ്പ് എന്താണ്, കോമ്പിറ്റൻസി എന്താണ്, ഓസ്കി എന്താണ്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ നമ്മുടെ ഫാക്കൽറ്റി തലം മുതൽ താഴേക്കുണ്ട്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനാണ് കൂടുതലായി കണ്ടുള്ളത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ 3rd ഇയർ റെപ്രസെന്റേറ്റീവ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഞങ്ങളെ മെഡിസിന്റെ കോഴ്സ് കോർഡിനേറ്ററിനോട് ഞാൻ ഒരു വർഷമായി ചോദിക്കുകയാണ്, സാർ ലോഗ് ബുക്കിന്റെ സാധനം എന്ത് ചെയ്യണം, ലോഗ് ബുക്കിന്റെ സാധനം പറയാൻ 3rd ഇയറിന്റെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം സാറിന് എനിക്ക് എക്സാം ഹോളിന്റെ ഫ്രണ്ടിൽ വെച്ച് സാറിന് സാർ എന്തെങ്കിലും ചെയ്യണം, ഫൈനൽ ഇയർ ആകുമ്പോൾ ലോഗ് ബുക്ക് വേണ്ടേ, എന്ത് പോയി ലോഗ് ബുക്ക്. അപ്പൊ ഞാൻ ഗുഹാസിന്ന് ഡൗൺലോഡ് ചെയ്ത് ലോഗ് ബുക്ക് കാണിച്ചു കൊടുത്തിട്ട് അന്ന് നീ ഇത് വെച്ച് ചെയ്തോ, പ്രിന്റ് എടുത്ത് കൊടുത്തോ പിള്ളേർ. അപ്പൊ അത്രത്തോളം അജ്ഞരാണ്. ലൈക് അപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് അറിയണമെന്നേ ഇല്ല, എന്തെങ്കിലും നടന്നു പോട്ടെ എന്ന് പറഞ്ഞാൽ അവരും ആ ഒരു രീതിയിലാണ്. അപ്പൊ ആ ഒരു അറിവില്ലായ്മ നമ്മളെ വലുതായിട്ട് UG സെക്ഷനില് സ്റ്റുഡൻസ് അതിപ്പോ മാറി വരുന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ഈ CBME കരിക്കുലത്തെ പുതിയ കരിക്കുലത്തെ കുറിച്ച് സ്റ്റുഡൻസ് അറിഞ്ഞു വരും. മറ്റൊരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. 3rd ഇയർ ENT ഓഫ്താൽ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് റൂള് വരുന്നത്, ENT ഓഫ്താൽ ഇനി ഫൈനൽ ഇയർ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ മാറ്റങ്ങളും കുട്ടികളെ വലുതായിട്ട് സ്ട്രെസ് ആക്കുന്നുണ്ട്. അപ്പൊ അത് ഇനി അറിയില്ല, ഇനി അടുത്ത വർഷം CBME കരിക്കുലം മാറ്റി വേറൊരു കരിക്കുലം ആക്കി വീണ്ടും ഈ സൈക്കിൾ സ്റ്റാർട്ടിങ് ആണ്. 2019 ബാച്ച് ആയിരുന്നു ഫസ്റ്റ് CBME ബാച്ച്. അവർക്ക് ലോ ബുക്ക് എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ഫൈനൽ ഇയർ ആയിട്ടാണ് എന്തൊക്കെയോ ചെയ്തത്. നമ്മൾ വന്നപ്പോൾ വീണ്ടും അതിന്റെ കണ്ടിന്യൂവേഷൻ. ഓരോ ബാച്ച് കഴിയുമ്പോൾ ബെറ്ററായി വരുന്നുണ്ട്. ഒരു പക്ഷെ ബെറ്റർ ആവുമായിരിക്കും. ഇപ്പൊ പറഞ്ഞ മെന്റൽ കോമ്പറ്റൻസിയെ കുറിച്ചുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെയാണ് UG
ഇതിലേക്ക് വരും. ഹൗസ് സർജൻസിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാകുന്നത് മെഡിസിൻ, സർജറി പോലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സാണ്. ഹൗസ് സർജൻസ് മാത്രമല്ല, ജയാസ്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രെസ്സും വർക്കിംഗ് അവേഴ്സും എന്ന് പറയുന്നത് ഇൻഹ്യൂമെയിൻ ആണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഡബിൾ അഡ്മിഷൻ ആയിരുന്നു ഞാൻ നിൽക്കുന്ന യൂണിറ്റിന്റെ. അപ്പം ഫസ്റ്റ് ഡേ അഡ്മിഷൻ വാർഡ് ഡ്യൂട്ടി, അത് 24 hours-നിടയിൽ 3-4 hours ഷിഫ്റ്റ് ഇട്ട് ഞാനും അപ്പുറത്തുള്ള വാർഡിലുള്ള ആളോ ഉറങ്ങി ഹൗസ് സർജൻ. തൊട്ടടുത്ത ദിവസം പോസ്റ്റ് അഡ്മിഷൻ ആണ്. സോ എല്ലാവരും റൗണ്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, പുതിയ ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങളെല്ലാം വിടാനുണ്ട്. അത് കഴിഞ്ഞ് അന്നത്തെ നൈറ്റ് ഓൺ കോൾ ഞാനാണ്. അപ്പൊ ഓൺ കോള് അന്ന് നൈറ്റ് ഓൺ കോൾ നൈറ്റ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് അഡ്മിഷൻ ഓൺ കോൾ ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടേ ഉള്ളൂ. ഫുൾ കംപ്ലൈൻസ് ആണ്, പെൻഡിങ് വർക്ക്സ് ആണ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീണ്ടും അഡ്മിഷൻ ആണ്. കാഷ്വാലിറ്റി എന്നുള്ള അഡ്മിഷൻസ് എല്ലാം വീണ്ടും 24 hours, 4 hours, 3 hours ഷിഫ്റ്റിൽ വീണ്ടും കിടക്കും. അടുത്ത ദിവസം മേജർ ഓറ്റിയാണ്. അപ്പൊ ആ മേജർ ഓറ്റിക്കുള്ള പ്രിപ്പറേഷൻ തിങ്സും എല്ലാം ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ആ അഡ്മിഷൻ ദിവസമാണ് നടക്കുന്നത്. അടുത്ത ദിവസം മേജർ ഓറ്റിയാണ്. മേജർ ഓറ്റി കഴിഞ്ഞിട്ട് നൈറ്റ് സർജറി AC ഡ്യൂട്ടി ഇരിക്കുകയാണ്. അപ്പൊ ഇത് എന്റെ മാത്രം കഥയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇത് JRSന്റെയും ലൈക് APCന്റെയും ഒക്കെ ഒരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. എനിക്ക് ഞാൻ കയറിയ ഡിപ്പാർട്ട്മെന്റ്സിൽ എനിക്കറിയാവുന്ന സർജറി മെഡിസിൻ ഉണ്ട്. ഒരുപക്ഷെ ന്യൂറോ സർജറി ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പല ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് ഒരുപക്ഷെ പേഷ്യന്റ് ലോഡ് ആണെന്ന് എനിക്ക് മനസ്സിലായത്തോളം സർജറി മെഡിസിൻ ഉണ്ടാകുന്ന പേഷ്യന്റ് ലോഡാണ്. പല പേഷ്യൻസും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകേണ്ട പേഷ്യൻസ് ആണ് ഇവിടെ വരുന്നത്. പല പേഷ്യൻസിനെയും പെരിഫറിയിൽ തന്നെ മാനേജ് ചെയ്യാവുന്ന പേഷ്യൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അതൊരു സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഇതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഇപ്പൊ മെഡിസിൻ ഒരു ട്രാൻസിറ്റ് വാർഡ് വന്നപ്പോൾ തന്നെ ഏകദേശം അഡ്മിഷൻസ് എല്ലാ യൂണിറ്റിലും 30-20 കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പെരിഫറി കുറച്ചുകൂടെ ബെറ്റർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ റിസീവ് ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ കുറെ പേര് പറയുന്നു പാരിപ്പള്ളി ബെറ്റർ ആയാൽ തന്നെ ഇവിടുത്തെ പകുതി കാര്യങ്ങൾ തീരും എന്ന് പറയുന്ന ഇതുണ്ട്. ഞാൻ കേട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ വർക്ക് ലോഡ് ഇൻക്ലൂഡിങ് JRS, APs എല്ലാവരുടെയും ഈ വർക്ക് ലോഡ് ഇതൊക്കെ കുറയാനും കുറച്ചുകൂടി പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്നത് മാത്രമല്ല, നമുക്ക് അത് പ്രവൃത്തിയിലേക്ക് എത്താമല്ലോ. ഇപ്പൊ 7 to 9 hours സ്ലീപ്പ് എന്ന് പറയുന്നത് ലക്ഷറിയാണ്. ഞാൻ അങ്ങനെ ഒരു മണിക്കൂർ കിട്ടുമോ അല്ലെങ്കിൽ 2 മണിക്കൂർ കിട്ടുമോ എന്ന് നോക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഒരു JR1 അല്ലെങ്കിൽ JR2 അല്ലെങ്കിൽ HSO നോക്കി നിൽക്കുന്നത്. അപ്പം ഇതിനൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ വരട്ടെ. പിന്നെ നിങ്ങൾ റിലീജിയസ് ആണെങ്കിൽ, ഞാൻ റിലീജിയസ് പേഴ്സൺ ആണ്. എന്റെ സ്ട്രെസ് കൂടുതൽ ഞാൻ റിലീജിയസ്ലി ആണ് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്കൊരു കംഫർട്ട് കിട്ടാറുള്ളത്. പിന്നെ പറ്റുന്ന പോലെ ഞാൻ ആർട്സിലും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവാറുണ്ട്, കോളേജിന്റെ കാര്യങ്ങൾ ഇൻവോൾവ് ആവാറുണ്ട്. ഞാൻ അഡ്മിഷൻ കയറി കോളേജ് കഴിയുമ്പോൾ 72 കിലോ ആയിരുന്നു. തേർഡ് ഇയർ ക്ലിയർ ആയപ്പോൾ 51 കിലോ ആയി. അപ്പോ അത് അപ്പൊ അന്നേരം വീട്ടിൽ ചെല്ലുമ്പോഴും ലൈക് ഒന്നാമത് ആരെയൊന്നും പഠിക്കത്തില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പഠനപരമായ കാരണങ്ങൾ കൊണ്ടാണോ മോനെ മെലിഞ്ഞത് അങ്ങനെ ചോദിച്ചിട്ടുള്ളവരുണ്ട്. പിന്നീട് ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോഴാണ്, പിന്നെ ഒരു കാര്യം, ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ റെപ്രസെന്റേറ്റീവ് പോസ്റ്റിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പോസ്റ്റുകളിലേക്ക് പോകുന്നില്ല. അതും എന്റെ മെന്റൽ ഹെൽത്തിനെ കണ്ടുകൊണ്ട് ഞാൻ ചെയ്തൊരു ഡിസിഷനാണ്. എന്റെ വലിയൊരു ക്രൈസിസ് എന്റെ മനസ്സിലുണ്ടായത്, ഞാൻ വിട്ടാൽ ഇത് ആര് ചെയ്യും, അല്ലെങ്കിൽ ആര് ഇത് മുന്നോട്ട് കൊണ്ടുപോകും, വലിയ പ്രശ്നമാകുമോ, അങ്ങനെയൊക്കെ എനിക്ക് ചുമ്മാ ചിന്തകളുണ്ടായിരുന്നു. വിട്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റെടുത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ ഇതിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും നിങ്ങൾ ധൈര്യം കാണിക്കണം. മനസ്സിലായി? എനിക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ, നോ പറയാൻ. എനിക്ക് ഏറ്റവും എന്റെ വീക്സ് ആണ് എനിക്ക് നോ പറയാൻ അറിയത്തില്ല എന്നുള്ളത്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ എല്ലാവരും പഠിക്കുക. അത് നിങ്ങളെ വലിയ ലൈക്ക് നിങ്ങളുടെ മെന്റൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് സ്ട്രെസ് ആണെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിച്ചാൽ തന്നെ നിങ്ങൾ കുറെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഈഗോയിസ്റ്റിക് നമ്മൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മുടെ മനസ്സിലുണ്ട് അത്, ഞാനൊരു പഠിപ്പിയാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടെന്നുള്ളൊരു സാധനമുണ്ട്, അത് ഒഴിവാക്കണം. ഫസ്റ്റ് ഇയറിൽ അത് ഒഴിവാക്കുക. നിങ്ങളൊരു പുതിയ സാധനം പഠിക്കുകയാണ്, അത് മനസ്സിലാക്കുക. പിന്നെ ലൈറ്റായിട്ട് കാര്യങ്ങളെ ലൈറ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഷെയർ ചെയ്യുന്ന, നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് ദീപ്തി ചേച്ചി പറഞ്ഞ പോലെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. പ്രാർത്ഥിക്കുന്നതാണ് നല്ലോണം പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ യു ക്യാൻ ഓവർകം MBBS. കഴിഞ്ഞാൽ ആ പാട്ട് നമ്മൾ വെറുത്തു സാവൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സാവൻ പറഞ്ഞതിന് മറുപടിക്കായി അരുൺ സാറിനെ ക്ഷണിക്കുന്നു. അവൻ എന്നോട് ചോദിച്ചു എന്തിനാണ് എന്നെ ഈ പരിപാടിക്ക് വിളിക്കുന്നത്. അതൊന്നുമല്ല,
ഭാവിയിൽ എനിക്ക് തള്ളാൻ വേണ്ടിയാണോ? ആദ്യമായിട്ട് നിന്നെ ഒരു പാനൽ ഡിസ്കഷന് വിളിച്ചിരുത്തിയത് ഞാനാണ്, എനിക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. മനസ്സിലായി? അല്ലേ? കേരള സംസ്ഥാനത്തിന്റെ ഭരണം സാബിനെ ഏൽപ്പിച്ചാൽ ഐ എം ഷുവർ ഹി വുഡ് ഡു ഇറ്റ് വണ്ടർഫുള്ളി. എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഐ ഹവ് സീൻ ഹിം ഗ്രോ അപ്പ് റൈറ്റ് ഫ്രം ദ എക്സ്ട്രീം ജുവനൈൽ സ്റ്റേജസ് ഇൻ ദിസ് ക്യാമ്പസ്. He has evolved into നമ്മുടെ അദ്വൈതന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ he has evolved into an incredible soul. അദ്വൈത് അദ്ദേഹത്തിന്റെ സമയത്ത് 7 പ്രാവശ്യം ഇൻക്രെഡിബിൾ എന്ന വാക്ക് ഉപയോഗിച്ചു. So he has evolved into an incredible soul. So that's a great thing. To add to സവിൻ പറഞ്ഞ പ്രശ്നങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് വശങ്ങളൊക്കെ തന്നെ. ഇപ്പൊ പണ്ട് മെഡിക്കൽ ട്രെയിനിങ് വാസ് സംതിങ് ലൈക്ക് എ മിലിറ്ററി ട്രെയിനിങ്, ബിക്കോസ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എ മാസ് എമർജൻസി ക്യാൻ കം. ഒരു വാഹന അപകടത്തിൽ ഒരു 50 പേര് പരിക്കേറ്റ് വരുന്നു, അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഒരു പ്രകൃതിക്ഷോഭം നടന്നു, ഒരു ഭൂമി കുലുക്കം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നു. അത്തരം സിറ്റുവേഷൻസിൽ വരുന്നൊരു മാസ് എമർജൻസിയെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോമ്പിറ്റൻസിലേക്ക് നമ്മളെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ഫിലോസഫി ആയിരുന്നു പ്രോബബ്ലി പണ്ട് ഉള്ള കാലത്ത്. ഞങ്ങളുടെയൊക്കെ സമയത്ത് വി ഹാവ് വർക്ക് ഫോർ 72 hours നോൺ സ്റ്റോപ്പ്. കാരണം അത്രയും ഹ്യൂമൻ മാൻ പവർ ഷോർട്ടേജ് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകേണ്ടത്. നൗ തിങ്സ് ആർ ബിക്കമിങ് ബെറ്റർ. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 12 hours കൂടുതൽ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുത്താൽ അത് പേഷ്യന്റിന്റെ ഹെൽത്തിനെ ബാധിക്കുന്ന വിഷയമാണ്, ഡോക്ടറിന്റെ ഹെൽത്തിനെ ബാധിക്കുന്ന വിഷയമല്ല. പ്ലീസ് അണ്ടർലൈൻ, പേഷ്യന്റിന്റെ ഹെൽത്തിനെ. കാരണം 12 hours നൈറ്റ് ഡ്യൂട്ടി എടുത്ത സാവിൻ ഇനി രാവിലെ അദ്ദേഹത്തെ കാഷ്വാലിറ്റി കൊണ്ടിട്ടാൽ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ക്ലൗഡഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഹി മേ commit blunders in his judgment and in his treatment defects. ഒരു വാസ്തവമാണ്. അപ്പോൾ ഓവർ വർക്ക് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്ലീപ് ഡിപ്രൈവ്ഡ് ഓവർ വർക്ക് എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഹാർംഫുൾ ഫോർ ദ ഡോക്ടർ ബട്ട് ഫോർ ദ പേഷ്യന്റ് ഹു ഈസ് ഗെറ്റിംഗ് ഹിസ് സർവീസസ് ഓൾസോ. ടു ആഡ് ഓൺ ടു സംതിങ് അശ്വിൻ പറഞ്ഞതും സവിൻ പറഞ്ഞതും, ഹൗ ടു സർവൈവ് MBBS. Even I had such problems when I came to this campus as a person who was extremely introvert, diffident, incapable of speaking English, and lean and hungry looking. എല്ലാ തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇപ്പം സാബിൻ പറഞ്ഞത് 72 കിലോ ഉണ്ടായിരുന്നു, 51 പറഞ്ഞു. ഞാൻ തിരിച്ചായിരുന്നു. വളരെ വളരെ എത്ര കിലോ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എക്സ്ട്രീംലി ഹംഗ്രി ലുക്കിംഗ് ആയിരുന്നു. അപ്പൊ ഈ ഒരു മനുഷ്യൻ എങ്ങനെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുമെന്ന് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും അയൽവാസികളും പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഫേസ്. But again, I am grateful to this campus because this campus has given me everything which I can be proud of in life. 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം. First year, when we had to study anatomy and other subjects, there was absolute confusion because the system of education we were exposed to during our higher secondary days was totally different from what we had here. Cunningham's manual ഒരുപാട് കാര്യങ്ങൾ which was extremely difficult to perceive, comprehend, relate to and adapt to. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. എങ്ങനെ പഠിക്കണം എന്ന് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് സെഷനിലെ മാർക്ക് വന്നോ? വന്നോ? ഇല്ലേ? വന്നില്ല. അപ്പൊ വരും ദിവസങ്ങളിൽ വരും. അപ്പൊ മാർക്ക് എത്രയാണെങ്കിലും നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്നത് പറയാൻ കാര്യം, ഫസ്റ്റ് സെഷനിലെ 3 വിഷയങ്ങളും പരാജയപ്പെട്ടു പോയൊരു വ്യക്തി, എന്റെ ബാച്ച്മേറ്റ്, ഇന്നൊരു കാർഡിയാക് ട്രാൻസ്പ്ലാന്റ് സർജനാണ്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഡോണ്ട് ടേക്ക് ദിസ് ആസ് എ ബെഞ്ച് മാർക്ക് ഓഫ് യുവർ കോമ്പിറ്റൻസ് ബിക്കോസ് യു ആർ ജസ്റ്റ് ട്രാവേഴ്സിംഗ് ട്രബിൾഡ് വാട്ടേഴ്സ്. ആദ്യമായിട്ട് കാണുന്ന ഒരു സ്ഥലത്തൂടെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കാടാണോ കടലാണോ എന്താണോ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് there is a tendency to fail and we should recognize that failure is the rule, not the exception. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ വീഴേണ്ടി വരും, അല്ലേ? ശരിയാണോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പരാജയപ്പെടേണ്ടി വരും. യു മേ ഫെയിൽ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ സ്പൗസ്, യു മേ ഹാവ് ടു ഫെയിൽ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ചിൽഡ്രൻ. ലൈഫിൽ അതാണ്, that is the rule. So take that ego out of your mind. So what we did was that first sessionൽ കഴിഞ്ഞു, വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയി. സെക്കൻഡ് സെഷനിലും കഴിഞ്ഞു, അതും തഥൈവ.
ഇനി ഒരു അവസാനത്തെ സെഷനിലും ഉണ്ട്, അത് കഴിഞ്ഞൊരു യൂണിവേഴ്സിറ്റി പരീക്ഷയുണ്ട്, അതെങ്ങനെങ്കിലും രക്ഷപ്പെട്ടേ പറ്റും. സോ വാട്ട് വി ഡിഡ് വാസ് ദാറ്റ്, ഞങ്ങൾ റൂംമേറ്റ്സ് ആയിട്ടുള്ള 4 പേര്, ഞങ്ങൾ ആരും ബ്രില്യൻ സ്റ്റുഡൻസ് ആയിരുന്നില്ല ബൈ എനി സ്റ്റാൻഡേർഡ്സ്. ബട്ട് ഫോർച്ചുനേറ്റ്ലി വി കുഡ് എക്സ്പ്രസ് അവർസെൽസ്. നമ്മൾ പഠിച്ച ഒരു കാര്യം, മനസ്സിലാക്കിയ ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്കില്ല് ഉണ്ടായിരുന്നു. ഓൾ ഓഫ് us had that and we cashed it on that. നമ്മൾ ചെയ്തത്, ഞാനൊരു സാധനം വായിക്കും, അതെന്റെ ബാക്കി റൂംമേറ്റ്സിനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും, ബാക്കിയുള്ളവര് അവരവർ പഠിച്ച സാധനങ്ങൾ എന്നെ പഠിപ്പിച്ചു തരും. അപ്പൊ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഇത്തിരി സീരിയസ് ആയിട്ട് പഠിക്കും. ബിക്കോസ് മണ്ടത്തരം പറഞ്ഞു കൊടുക്കരുത്, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മണ്ടത്തരം കേട്ട് എന്റെ റൂംമേറ്റ്സ് പരീക്ഷയ്ക്ക് തോക്കരുത്. ഐ ഷുഡ് നോട്ട് കട്ട് എ സോറി ഫിഗർ ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഇങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഐ യൂസ് ടു ഇൻവെസ്റ്റ് മോർ ഇമോഷൻസ്, എനർജി ആൻഡ് ഡെഡിക്കേഷൻ into what I am trying to study, and I try to express myself well. This worked wonders. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 സെഷനിൽ ദുരന്തമായി പോയ സംഗതി 3rd സെഷനിലായപ്പോഴത്തേക്ക് മാർക്സ് ഒക്കെ സ്കൈ റോക്കറ്റ് ചെയ്തു. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ തന്നെയാണോ ഇത്രയൊക്കെ മാർക്ക് വാങ്ങിയത് എന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. ആൻഡ് ഫൈനലി യൂണിവേഴ്സിറ്റി എക്സാം റീസണബിളി കുഴപ്പമില്ലാത്ത രീതിയിൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് there is something in human development called generativity. What is generativity? Generativity means your real success lies in hand holding and mentoring the next generation, if you can afford to do that in your own way. അപ്പൊ നമ്മൾ ചെയ്തത്, നമ്മൾ ഈ ഫസ്റ്റ് ഇയറിന്റെ ഒരു നല്ലൊരു ശതമാനം സമയം സഫർ ചെയ്തു, കഷ്ടപ്പെട്ടു, കോൺടംപ്ലേറ്റഡ് സൂയിസൈഡ് ഈവൻ, വാസ്തവം പറയണം, തമാശ പറയല്ല, and saw the suicide happening just in front of my eyes. ഇങ്ങനെ പലതും കടന്നുപോയി. ഇനി what we discussed was that ഫസ്റ്റ് ഇയറിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, റീസണബിളി നന്നായിട്ട് എഴുതി. ആ അവധിക്കാലത്ത് നമ്മൾ കുറച്ചു പേരിരുന്ന് ആലോചിച്ചതിൽ നിന്നാണ് നമുക്ക് കിട്ടിയ ഈ ഒരു ഇൻപുട്സ്, ഐഡിയാസ്, ഹൗ ക്യാൻ വി ട്രാൻസ്ലേറ്റ് ഇറ്റ് ടു ബെനിഫിറ്റ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ, ഫോർ ദ നെക്സ്റ്റ് ബാച്ചസ് എന്നൊരു ചിന്ത വന്നു. ആ ചിന്തയുടെ ഫലമാണ് ഇന്ന് TMCയുടെ ഒരു ലെഗസി ആയിട്ട് തന്നെ കരുതപ്പെടുന്ന സിസറോൺ എന്ന് പറയുന്ന ആ ബുക്ക്. സിസറോണിന്റെ പേരിട്ടത് ഞാനാണ് എന്നുള്ളത് കൊണ്ട് സിസറോണിന്റെ തന്ത ഞാനാണ് എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. Again, looking back, സിസറോണിന്റെ 25th ഇയർ ആണ് ഇപ്പോൾ. ജസ്റ്റ് ലൈക്ക് പ്ലാറ്റിനം ജൂബിലി ഓഫ് TMC, സിസറോണിന്റെ സിൽവർ ജൂബിലി ആണ് ഈ ഒരു വർഷം. 2000 അത് റിലീസ്ഡ് ആവുന്നത് ഫസ്റ്റ് ടൈം. 25 years old. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് തിരിഞ്ഞു നോക്കുമ്പോൾ, വാട്ട് ഹാവ് യു ഡൺ ഇൻ യുവർ ലൈഫ് ഒരു ചോദ്യം വരും. അപ്പൊ ഇതിന് ഇന്നും ആസ് എ പ്രൊഫഷണൽ, സവിൻ പറഞ്ഞതുപോലെ, every doctor goes through personal stressors and professional stressors at every stage of life, because essentially, fundamentally, medical profession is a thankless job. നിങ്ങൾ മഹത്തായ കാര്യം ചെയ്യുന്നു, ആ മഹത്തായ കാര്യം ചെയ്തതിന്റെ സർവീസ് പറ്റുന്നവരെല്ലാം നിങ്ങളെ കാണുമ്പോൾ താങ്ക്ഫുൾ ആയിരിക്കണം എന്ന് പ്രതീക്ഷിക്കരുത്. The fact that you are continuing this profession and you are able to do this job is your reward, not the word of gratitude from your patient. അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിത് ചെയ്യാൻ പറ്റുന്നു, അതിനുള്ള ബോധവും ബുദ്ധിയും വിവരവും കാര്യപ്രാപ്തിയും നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യം. And looking back in isolation, in silence, when you are alone, when you look back and think about what you have done in life, you should create some memories to look back. ഇപ്പൊ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, when we had limitations in communicating, going out and interacting, pursuing our hobbies and interests, നമ്മൾ എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ജീവിക്കാൻ ഒരു പ്രേരണ തന്നിട്ടുള്ളത് ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളാണ്. മേ ബി ഐ ഹാവ് ലോഞ്ച്ഡ് ദിസ് തിങ് കോൾഡ് സിസറോൺ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ പഠിക്കുന്ന ഒരു മലയാളിയായ കുട്ടി എന്നെ കാണാനായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അവരും പഠിക്കുന്നത് ഈ പറയുന്ന സിസറോൺ എന്ന് പറഞ്ഞൊരു പുസ്തകം വെച്ചിട്ടാണ്. സോ ദാറ്റ് ഇസ് ദ വേ തിങ്സ് ഗ്രോ. അപ്പൊ നമുക്കന്ന് അറിഞ്ഞുകൂടാ, ഇതിൽ 1 2 ഒരുപക്ഷെ നമ്മൾ പാസ്സാവുന്നത് വരെ തുടരുന്ന ഒരു സാധനം, അത് കഴിഞ്ഞത് ചത്തുപോകും വേറൊരു സാധനം. It has evolved into greater dimensions and every batch has enriched it. വളരെ റൂഡിമെന്ററി ഫോമിൽ ഇറങ്ങിയ ഒരു സാധനം ഇന്ന് വളരെ ഓരോ വർഷവും ഉള്ള ആൾക്കാർ, ഇപ്പോ സബിന്റെ ബാച്ച്, പിന്നെ അശ്വിന്റെ ബാച്ച്, all those people have enriched that to such a level that നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് അത് നിൽക്കുകയാണ്. So these are lot of things we can do. And again, one more thing is that
എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഞാൻ കരുതുന്നത് ഇറ്റ് ഇസ് മൈ ഫ്രണ്ട്സ്, നോട്ട് മൈ ബാച്ച്മേറ്റ്സ് എസെൻഷ്യലി, എൻ്റെ ജൂനിയേഴ്സ് ആൻഡ് മൈ സീനിയേഴ്സ്. ഐ എം മോർ ക്ലോസ് ടു മൈ ജൂനിയേഴ്സ് ദാൻ മൈ ബാച്ച്മേറ്റ്സ്. കാരണം ഈ സിസറോൺ പോലെയുള്ള സംഗതിയിൽ ഇറങ്ങിയേറ്റ സമയത്തൊക്കെ നമ്മൾ ഈ ജൂനിയർ ബാച്ചിലെ ആൾക്കാരെ പഠിപ്പിക്കുമായിരുന്നു. അഗെയിൻ നോട്ട് ബിക്കോസ് ഐ വാസ് എൻ ഇന്റലക്ച്വലി അഡ്വാൻസ്ഡ് പേഴ്സൺ, ഐ വാസ് എൻ എക്സ്ട്രീംലി റിട്ടാർഡഡ് പേഴ്സൺ ബൈ TMC സ്റ്റാൻഡേർഡ്സ്. അന്നും ഇന്നും അത് പറയുന്നതിന് ഒരു നാണവും ഇല്ലാതെ പറയുകയാണ്. മഹാന്മാരായിട്ടുള്ള ആളുകൾ, ഇപ്പൊ സെവിൻ ഫിലിപ്പ് ഏബ്രഹാമിന്റെ ഇന്റലിജൻസിന്റെ 10% പോലും എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഇൻ അക്സെപ്റ്റിംഗ് ദാറ്റ്. നീതുവിന്റെയും ചെറിയുടെയും കോമ്പിറ്റൻസിന്റെ 5% പോലും എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഇൻ അക്സെപ്റ്റിംഗ് ദാറ്റ്. ബട്ട് സ്റ്റിൽ I have a space in this world. I should explore and find it out and make a mark on my own. That will create some positive images in your mind. അത് ഈ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, what is the purpose of life? One major purpose of life is to create some memories. And TMC is a wonderful place to create memories of whichever kind. Thank you very much. ഈ റൂമിൽ ആരെങ്കിലും ആയിരിക്കും 10 വർഷത്തിൽ ഇപ്പം when you look back in your whole life, they will be your best friend. നിങ്ങളുടെ കല്യാണമൊക്കെ വരാൻ പോകുമ്പോൾ ഈ റൂമിലെ ഒരാളായിരിക്കും നിങ്ങൾ ആദ്യം വിളിക്കാൻ പോകുന്നത്. So this group is special. Your MBBS batchmates are not for your period of MBBS. It is for life. These are going to be your best friends forever till your death. Again, thank you, Arun sir. Now, I invite Mr. Rohan Deepu, representative of the Queer Club Students Union, to discuss with us the challenges faced by the queer community. Basically, EQC, അത് ക്വിയർ പറ്റി നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? മീറ്റിംഗ് 2 നടന്നിട്ടുണ്ട്, കുറച്ചേരൊക്കെ വന്നായിരുന്നു. എത്ര പേർക്ക് അറിയാം ആക്ച്വലി അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ഈ ക്യാമ്പസിൽ ഉണ്ടെന്ന്? പ്രതീക്ഷിച്ചതിനേക്കാളും കുറവാണ്. അത് തിങ്സ് ഇവിടെ മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറയുമ്പോഴും അക്സെപ്റ്റൻസിന്റെ കാര്യം പറയുമ്പോൾ പല പ്രാവശ്യം പറയാം മെന്റൽ ഹെൽത്ത് ഇസ് നോട്ട് എ ലക്ഷറി. എല്ലാവർക്കും അവകാശമുള്ളതാണ് ടു ഹാവ് acceptable state of mental health, to be healthy mentally, to be accepted. അതിനുവേണ്ടി ഒരു പ്രധാന ഒരു പാർട്ട് എന്ന് പറയുന്നത് സോഷ്യൽ അക്സെപ്റ്റൻസ് ആണ്. ഹാവിങ് എ സോഷ്യൽ ഗ്രൂപ്പ്, ഹാവിങ് എ കമ്മ്യൂണിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം വരുമ്പോഴത്തേക്കും ഓബ്വിയസ്ലി മെന്റൽ ഹെൽത്തിന്റെ കാര്യം വരുമ്പോഴും കുറച്ച് പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ആണ്. അതിലൊരു പ്രധാനമായ പ്രീഡിസ്പോസിംഗ് ഫാക്ടറാണ് ജെൻഡർ ഐഡന്റിറ്റി. ഇപ്പം സാർ പറഞ്ഞായിരുന്നു ഈ ഒരു സമയം കോളേജിലുള്ള സമയം ഈ ജെൻഡർ ഐഡന്റിറ്റിയും അല്ലാണ്ട് ഒരു പേഴ്സണിന്റെ പല ആസ്പെക്ട്സിനും ഒരാളുടെ പല ആസ്പെക്ട്സിനെയും ഫ്രെയിം ചെയ്യുന്ന ഒരു ടൈമാണ് യുവർ ലൈഫ് ഇൻ കോളേജ്. സോ ഇൻ ദാറ്റ് ടൈം ഇഫ് യു ഫീൽ vulnerable, if you feel unaccepted by communities around you, by maybe in your parents, maybe your household, maybe your friends, there is a group in TMC കുറച്ചായിട്ടുണ്ട് 5-6 വർഷമായിട്ട് for simple purpose of accepting anybody irrespective of gender, sexual or whatever other orientation. You will be accepted, you will be supported. അതിനുവേണ്ടി ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതാണ്, സീനിയേഴ്സ് ക്രിയേറ്റ് ചെയ്തതാണ് ക്വിയർ കോ ഇൻ TMC. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ എല്ലാവർക്കും അക്സെപ്റ്റൻസും എല്ലാവർക്കും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്. എല്ലാത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും കമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യൽ അക്സെപ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വേറെ മെഡിക്കൽ കോളേജിൽ അതിൻ്റെ സ്പേസ് ഉണ്ടാക്കാനായിട്ട് തന്നെയാണ് ക്വിയർ കോയും ഇതുപോലത്തെ പല സപ്പോർട്ട് സിസ്റ്റംസും ഉള്ളത്. മുമ്പൊക്കെ ഹോട്ട് ലൈൻസ് ആയിട്ടും ഹെൽപ്പ് ലൈൻസ് ആയിട്ടും അതല്ലാണ്ട് PGക്കാരും അങ്ങനെയൊക്കെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി മുന്നോട്ടും നിങ്ങളെല്ലാവരും ഇതിൽ സപ്പോർട്ടീവ് ആയിരിക്കും, നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കും, നിങ്ങളെല്ലാവരും ഈ ക്ലബിനെയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എൻ്റെ ഒരു ഹോപ്പ്. താങ്ക് യു. ഉത്തരം പറയേണ്ടിയിരുന്ന ആളിന് ഒരു പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂ വന്നത് കാരണം അദ്ദേഹം രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു, ഐ എം നോട്ട് ഫീലിംഗ് വെൽ സർ. ഞാൻ പറഞ്ഞു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, യു ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് എൽസ് ഇൻ ദ വേൾഡ്, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞു. നമ്മുടെ സ്റ്റുഡൻസ് യൂണിയന്റെ സ്റ്റാഫ് അഡ്വൈസർ ആയിരുന്ന ഡോക്ടർ അനൂപ്, അദ്ദേഹമാണ് ഇത് പറയേണ്ടിയിരുന്നത്. അനൂപിന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ അനൂപ് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ, ഇറ്റ് ഇസ് നത്തിങ് മേജർ, ഇറ്റ്സ് ജസ്റ്റ് മൈനർ തിങ്, ബട്ട് ഐ അഡ്വൈസ്ഡ് ഹിം ടു ടേക്ക് റെസ്റ്റ്. എനിവേ രോഹൻ പറഞ്ഞ ഒരു ഇഷ്യൂ, അഗെയിൻ സം പേഴ്സണൽ റിഫ്ലക്ഷൻസ്. Years ago when I was a student in this campus, അന്ന് ഈ പറഞ്ഞ ക്യൂർ എന്ന് പറഞ്ഞൊരു വാക്കോ ഈ പറഞ്ഞ സംഗതികളൊന്നും നമുക്കന്ന് അറിഞ്ഞുകൂടാ. We have absolutely no knowledge about it. And this was a topic which was looked down upon by the general community, with absolute derogatory terminologies being hurled at them. So, എൻ്റെ ഒരു ഫ്രണ്ട്, I'm not sharing was his by batchmate or anything, was still stigma is there in the air എന്നുള്ളതുകൊണ്ട്, but he was a friend. ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ an extremely helpful person. I remember him as a person who used to go out of the way to be helpful.
നമുക്കൊരു സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കാര്യം മാറ്റി വെച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ, വൺ ഓഫ് ദ നൈസസ്റ്റ് ഹ്യൂമൻ ബീങ്സ് ഹാവ് കം അക്രോസ്. അദ്ദേഹം എന്നെ ഒരു ദിവസം വൈകിട്ട് വിളിച്ചിട്ട് എനിക്കൊന്നും സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. സോ വി ഹാഡ് എ പേഴ്സണൽ കോൺവെർസേഷൻ and he revealed what he was going through, his sexual orientation. And he told me beforehand that ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ കമ്മിറ്റ് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സംഗതി പറയുന്നത്. എനിവേ ദിസ് പേഴ്സൺ വാസ് a person who I liked very much personally because he was a friend who used to go out of the way to be helpful. ഇങ്ങനത്തെ മനുഷ്യരെ ഈ ക്യാമ്പസിലെ ജനറൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് കാണാറില്ല. സോ ഐ വാസ് എനിത്തിങ് ഫോർ യു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. I listened seriously. Probably it was the first time in my life that I probably listened seriously to a human being. കാരണം പണ്ടത്തെ എന്റെ സ്വഭാവം വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ച് ഈ പറയുന്ന എക്സ്ട്രീംലി പരിഹാസ രൂപത്തിലുള്ള സർക്കാസ്റ്റിക് എന്തെങ്കിലും പറഞ്ഞ് അവരെ ചൊറിയുക എന്നുള്ളതാണ് എന്റെ അന്നത്തെ ഡിഫൻസ് മെക്കാനിസം. മേ ബി പ്രോബ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ലിസൺ ടു ഹിം കംപ്ലീറ്റ്ലി. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ലടാ, നീ എന്തായാലും ആസ് എ ഹ്യൂമൻ ബീങ് യു ആർ ഡൂയിങ് ഗുഡ്, യു ഹാവ് ഹെൽപ് മീ ഇൻ മെനി വേസ്, ഐ അക്സെപ്റ്റ് യു ആസ് യു ആർ. അത് എങ്ങനെയാണെന്ന് പറയാൻ തോന്നിയത് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു ഐ അക്സെപ്റ്റ് യു ആസ് യു ആർ. എന്നിട്ട് നമ്മുടെ ഈ ലൈബ്രറി പോയിരുന്ന ഈ സാധനത്തിനെ കുറിച്ച് ലഭ്യമായ കുറച്ച് കാര്യങ്ങൾ വായിച്ചു. ഇറ്റ് വാസ് ഡേയ്സ് ഇൻ വിച്ച് ഇന്റർനെറ്റ് വാസ് നോട്ട് വെരി rampantly available. So I came across this document that 1994 World Health Organization has declared that homosexuality is a normal variant of healthy human sexual behavior. That is the terminology it was used. It was normal, it was healthy, it was a variant. That is it. അതിന് കുറച്ച് മുമ്പുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ 1974 തൊട്ട് തന്നെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഹാസ് ഡിസ്ക്രൈബ് ദിസ് ആസ് എ വെരി നോർമൽ ഫിനോമിനൻ. അപ്പൊ ഇതൊരു നോർമൽ സംഗതിയാണെന്ന് മനസ്സിലായി. ഐ വെന്റ് ആൻഡ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് ടു ഹിം ദാറ്റ് ഇത് ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് എ പ്രിഫറൻസ് റിഗാർഡിംഗ് യുവർ ചോയ്സ് ഓഫ് ഫുഡ്. മേ ബി വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ. ബിക്കോസ് എ പേഴ്സൺ ഇസ് നോൺ വെജിറ്റേറിയൻ, അയാളെ കളിയാക്കുന്നത് ശരിയാണ്. It is something which is genetic, congenitally, it happens like that. So whoever you are, whatever you are, I am with you, I will be there for you. You can share anything you want to talk to me. Again, ഈ സിസറോൺ പോലെ നമ്മൾ ഓർക്കുന്ന ഒരുപാട് മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെ പറയാനുണ്ട്. എങ്കിലും ഒരുപക്ഷെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്ത ഒരു രണ്ടാമത്തെ നല്ല കാര്യമായിട്ട് ഞാൻ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സംഭവം അതാണ്. So I could support him. I am proud to say that I could emotionally support him throughout his journey. And by the time it was house urgency, he was seriously discussing about how to proceed with his life because his family was forcing him for a marriage. And our discussion revealed that maybe this kind of behavior can have better acceptance outside India. അങ്ങനെയാണ് അവൻ പുറത്തേക്ക് പോയത്. US-ലാണ്. He settled down. He's married to a person of his choice who belongs to the same gender. He's practicing medicine in the best way possible. He's a very well accomplished person in his life. ഇപ്പോഴും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. We share our experiences where he opened up about his sexuality to me for the first time. I feel that അന്നത്തെ സ്വഭാവം വെച്ചുകൊണ്ട് എന്ത് കിട്ടിയാലും ആരെ കിട്ടിയാലും ചൊറിയുന്ന ഒരു മനുഷ്യനായിട്ട് അന്ന് ഞാനത് ചെയ്തില്ല എന്നുള്ളതിൽ ഒരു അഭിമാനം കാണുന്നു. So such things, because it is not knowledge, it is not because I was knowledgeable, it is just because certain human beings touch your heart and it doesn't matter who they are, what their preferences are. ഒന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. So that is why this topic is very important. കാരണം അത് ഇപ്പോഴും ഈ സ്റ്റിഗ്മ അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഒരു സംഗതിയാണ്. It doesn't matter. So only thing which matters is that how good a human being you are, how helpful you are to the people around you. ഈ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവർക്കും പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ജാതി, മതം, വംശം, ഗോത്രം, രാഷ്ട്രീയം, ഇത്തരത്തിലുള്ള പല 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 തോട്ട് പ്രോസസ്സുകൾ നമുക്കുണ്ടാകാം. But what matters is how we connect with each other, how we relate to each other and how we support each other. So how we can help each other is the only thing which matters. So രോഹൻ പറഞ്ഞ ആ മാറ്റേഴ്സ് സീരിയസ് ആയിട്ട് എടുക്കുക. Don't ostracize, isolate, humiliate such people. They are part of our system. They can be the persons who may
help us in most important ways when we need anybody's help at any critical point of our time. So we take pride in the fact that ours is an inclusive campus, and let us remain so. Thank you. I would also like to extend our heartfelt welcome to Dr. John C. Panikar, President of PMC Alumni Association. Thank you, sir. Okay, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും സംസാരിച്ചു. ഈ 5 പേർക്കും പ്ലീസ് ഗിവ് എ റൗണ്ട് ഓഫ് അപ്ലോസ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. നിങ്ങളോടെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മളോട് പറയുന്നത് ബ്യൂട്ടിഫുള്ളി കം ഔട്ട്. താങ്ക് യു സോ മച്ച് പാനലിസ്റ്റ്. നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അറിയേണ്ടത്. അത് മൈക്ക് കൊണ്ടുവന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു. പേനയും പേപ്പർ ഉണ്ടെങ്കിൽ എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ അതിന് വേറെ പേപ്പർ എടുക്കേണ്ട വെയിറ്റ്. അപ്പൊ 2 തരം ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് പേപ്പർ ആൻഡ് പെൻ, നിങ്ങൾ എഴുതി വെക്കുക, ജസ്റ്റ് എനിക്ക് പാസ് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം യു വുഡ് പ്രിഫർ ഇസ് ഒന്ന് കൈ പൊക്കി ചോദ്യങ്ങൾ ചോദിക്കുക. Please feel free to ask. This is how both you learn and this is how we learn. I'm sure the panelists would agree. അരുൺ സർ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയാൽ നല്ലത്, ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അതിലും നല്ലത്. സോ സ്റ്റാർട്ട് ചെയ്യാം. അദ്വൈതരെ കൊണ്ട് നമ്മൾ പിക്ക് ചെയ്യണോ എന്നല്ലോ. ശരി, അപ്പം എന്നാ ഒന്നൊന്നായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ആർക്കെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരാൾ കൈ പൊക്കി ഇഷ്ടമുള്ള ചോദിക്കാം. നിങ്ങൾക്ക് ചോദ്യം തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ തോട്ട്സ് അബൌട്ട് മെന്റൽ ഹെൽത്ത്, യുവർ ഡൗട്ട്സ്, എനിത്തിങ് ഇസ് ഫൈൻ. ആരെങ്കിലും ഒന്ന് ചോദിച്ചു തുടങ്ങും. ഫസ്റ്റ് പേഴ്സൺ ആദ്യം ചോദ്യം ചോദിക്കാൻ ഇത്തിരി പ്രയാസം കാണും, പിന്നീട് ഡിഫിക്കൽട്ട് ടു റെസ്ട്രിക്ട് ക്വസ്റ്റ്യൻസ് ഓഫൺ. ക്വസ്റ്റ്യൻസ് തന്നെ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി യുവർ തോട്ട്സ്, ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസസ്, ക്രിറ്റിസിസംസ്, കമന്റ്സ്. സബിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സിസ്റ്റത്തിനെയും അധ്യാപകരെയും ക്രിട്ടിസൈസ് ചെയ്തു വിത്ത് വെരി വാലിഡ് റീസൺസ്, വെരി മച്ച് അക്സെപ്റ്റബിൾ. അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങളും നമുക്ക് പറയാം. ദിസ് ആൻ ഓപ്പൺ പ്ലാറ്റ്ഫോം, there is no hierarchy, no power imbalance. Feel free. Very warm good morning to everyone present here. I actually don't know how to present my issue here right now. That's the reason I was hesitating for so long. One thing that actually has come to my notice after joining colleges, I have developed a really like a thought loop of negative overthinking, and that is one of the issues that I did not see being presented here right now. So what I mean is, when it comes to studies itself, taking up a book, previously till our NEET preparation, when we take up a book, we know that we have to study this whole thing, this much we have to study, and this is what will be asked. But ever since this college has started, I have seen myself taking up a book and spending the next 3 hours deciding what to study. That is one very new thing that have come up, that has come up in my life since joining college. So a huge part of my time is spent deciding what to study, and after all the effort that I put in, next day in the exam none of that comes up. So that is so the next time I prepare for an exam, I see myself overthinking, deciding that none of my effort is worth it, and I consequently put in a lot less effort than I would like to. At the end of the day, I regret not putting in effort also. So it's a kind of self-negative thinking loop that I have seen develop since college started. I don't know if this is a relevant issue or not, but I thought I should bring it to attention. Thank you. Yeah, this was exactly the problem which we also went through, trying to figure out how we should study, what we should study. So what we can do right now, I will hand it over to Neetu, who is a competent expert. She has passed a postgraduate exam with flying colors very recently, and of course Jerry will also contribute to that. So what I can tell you in brief terms is, just go through the compilation of old question papers, which will give you an idea regarding what are the most frequently answered questions. You can utilize Cicerone itself, because it contains most of the questions which are asked for the theory, for the practical, for the spotting, everything. You will get an idea regarding how the questions are likely to be framed, and you can try to search for answers.
when you read, there is a method of reading called SQ3R. Previously, there used to be a session on learning techniques during a foundation, but this time, probably because of shortage of time, that session was not done. SQ3R means there are 5 steps for learning: survey, question, read, recite, and review. So you are supposed to read a topic on brachial plexus, for example. Decide what is the time you are going to spend for completing this topic. Let it be 60 minutes. Fix it as 60 minutes. So here there are 5 steps for reading. First is survey. Survey means you are reading that topic just like you are reading a newspaper or a novel. You are not putting in too much effort. You are not trying to mug up. You are not even trying to understand the concepts in it. You are just reading it as if you are reading a newspaper. So that is survey. Let us say we'll keep 5 minutes for survey. So you can write S5, And when you read this survey, you do this survey kind of reading, the questions which you have seen in Cicerone or the old question papers will surface in your mind. So these are the questions which usually come for exam from this topic. I should find out answers to that question. So you don't have to spend extra time for the question step. So Q is 0, And then you start the third step, that is read. How do you read this time? Read with a definite focus. I want to get an answer to the doubts I have in my mind. That is the way you read. Say you spend 40 minutes for reading. So this will be a focused reading. You'll be trying to draw diagrams. You'll be noting down points, bullet points or spider notes or something like that. That will make a very focused reading. Try to finish it in 40 minutes if you have fixed it as 40 minutes. So 5 plus 40 is 45 minutes. Next is recite. Recite means the next 10 minutes, try to memorize what you have read as if you are teaching an imaginary audience. It is not good to just recollect these in mind. It's better, the best way to learn something is to teach somebody. So if nobody is willing to be your student, you can teach an imaginary audience. Try to discourse what you have read in that topic for 10 minutes. You'll be remembering so many things, you might have forgotten so many things. It's okay to forget because human tendency is to forget information. But if you know that you have forgotten this particular information, you look at your textbook or notebook again, fully cognizant of the fact that I don't remember this piece of information. And if you read that again, fully knowledgeable that you don't remember that information will stick to your mind. It will never ever go away from your mind. And finally, the last 5 minutes is review. Review means take a notebook, note down the 5 most important points you have got from this chapter. Randomly, need not be the most important in the sense of importance at which it is asked for the exam. It can be any random points. So you can write S5, Q0, R40, R10, R5. So that will ensure that you finish that topic within the stipulated time. One big problem which happens is that we try to finish reading in 1 hour, it goes to 3 hours and still it remains unfinished. This will give a target-oriented approach. Kindly do this. This will help you a lot. We never did this as first year students. We learned it after I had taken MD Psychiatry. So not useful to me anymore, but I talk about it to the next generation. I think Neetu will also add. Thank you, sir. Yeah, your concerns are relevant and valid, especially being a first year fresher and who need to mug up a lot of topics. The study techniques had been, for me, from my perspective, the study techniques had been different. While I was doing my UG, for the entrance preparation it was different, and now while doing my PG it was different because the curriculum was different and the time allotted for us to cover those topics are also different. So while I was in the UG, I didn't have any separate plan for studies. I used to actually dedicate some. I had a timetable because I used to divide the day after the college into specific timetable where I had this much of leisure activities, this much of family time, this much time to sleep, and this much of time to study. And in that timetable, I actually tried to stick on to the timetable, the subjects, the topics. I used to cut down that. Which subject, which topic, how much time I'm going to spend for this. That's how I used to study for the UG.
And during the exam times, I used to spend more time on studies and lesser time for activities. But I made sure that I spend some time for my personal things and my hobbies and activities. As Sir has said, I learned about the different techniques to study while I stepped into my MD Psychiatry PG, along with the suggestions from my friends and faculties and my husband. He taught me something known as an active record or spaced learning. He's here, thank you for that. It helped me a lot. If you learn something today, and say it's in the evening, you study something, and you were studying it in detail. Maybe you are studying it in detail, you jot down the important points and whatever it is. And next day morning, before stepping into the fresh topic, or maybe before going to the college, you just revise what you have learned on the previous day. Maybe not in detail, but at least the important points you will learn or revise on the next day morning. And in that evening, next day evening, you just try to recall what you have learned on the previous day evening and today morning. That's how 3 revisions he used to do for a topic, and it works excellently. Even if I ask him something he has studied in the first year of MD, he'll remember it, he'll say it, because he has actually revised it thrice in a spaced manner, and he has actually covered the concepts clearly and basic concepts clearly. So that's how the recall works. Revision and recall is very important. And I was someone who was having issues with attention. If I start reading, after 10 minutes, as you have said, I will actually think about something like, oh, that's a wonderful outside view that I am having. Oh, this pen is very good. Oh, what about like the phone, the reels, or whatever. I'll just jump into something else in a short time. So what worked for me was the Pomodoro technique. So I have this clear thing in my mind that I have to read for the next 45 minutes. But the next 10 minutes after this 45 minutes is for the activities which I wish to do. Maybe listening to a music, maybe watching a reel, or maybe having a food of my interest, whatever it is. So this 45 minutes plus 10 minutes was working for me. So giving the time for activities in between the studies is really helpful, because after that activity I'll be feeling refreshed to go for the next topic. That helped me a lot. Then it's not about the perspective should be different. It's not just for the exams are we learning. It's for us to understand what are we going to do with the rest of our life. So the basics, the things that you learn at the undergraduate level should be in that perspective. Many times the basics that we learn in the undergraduate level helps us throughout the life and journey. So it's not just for the exam. The pressure that we feel while we study just for the exam actually is overwhelming. It should not be for the exam, it should be for you and your profession ahead. Then I would like to share one interesting thing. I was actually talking about the parents' perspective. It was not just for the first year, it is for the lifetime. So I just completed my MD Psychiatry recently with first class. It was a decently good mark as far as I think I could achieve. But I missed out to tell my parents that one among my batchmates got rank 1 from MD Psychiatry. That was my batchmate. So her name is Devika. Initially when I got the result, we were not aware that she was having first rank. So we will just get the marks only. So this is not to defame my parents, but this is a fact that is going to haunt you for the lifetime. So I missed out, or I missed out to tell my parents that Devika got first rank. But after a few days, her photo was there in the newspaper, and my mom was like, did you see it? Devika's photo is there in the newspaper, and we were aware that she got the rank before itself. We were waiting for you to tell us. Why didn't you tell us? And I was a little shocked and confused. Why is she telling this? This is an MD Psychiatry exam. It's not about the rank. And I
And I asked my mom, do you think that I didn't tell it purposely, or is it because I could have forgot that? She said, I was just joking. But I was clear that some kind of a discussion might have happened among my parents that we will wait till she tells us. So this is the perspective, or this is the way our parents still are. So it's not about what others think, or it's not about what others got. It's our progress that matters. And for you also, you should study for your progress and not just for the exams. So the different study methods can be tried, and what works for one might not be working for you. So you should develop a method of study which works for you, and I am sure that you will sort it out maybe in the coming years.